തിരുവനന്തപുരം ജില്ലയിലാകെ 3173 ബൂത്തുകളിൽ വിതരണം നടക്കുന്നു. വടുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും എസ് ശാലിനി ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശാലിനി, ഇന്ന് നിശബ്ദ പ്രചാരണമാണ്, നാളെയാണ് ജനവിധി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് വിതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? KP വിതരണം ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം ആരംഭിക്കുമെന്നുള്ളതാണ്. 8 മണിക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തുടരുകയാണ്. അല്പസമയത്തിനകം ഇത് പൂർത്തിയായി. ഇവിടെ നിന്ന് സാമഗ്രികൾ അവർക്ക് വേണ്ട എല്ലാ മെറ്റീരിയലും കൊടുത്തു തീർക്കാനാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 2,71,42,952 വോട്ടർമാരാണ് ഇത്തവണ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ പോകുന്നത്. അതിൽ പുതിയതായി എത്തുന്ന വോട്ടർമാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ കൈകളിൽ ഇപ്പോൾ ഈ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലേക്കും നൽകേണ്ട വോട്ടർ പട്ടിക അടക്കമുള്ള സാധന സാമഗ്രികളാണ് ഉള്ളത്. അത് ഓരോ സെക്ഷൻ തിരിച്ച്, ഓരോ ബൂത്ത് ലെവൽ തിരിച്ച് അത് അറേഞ്ച് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അറേഞ്ച് ചെയ്തതിന് ശേഷം പുറത്ത് ഓരോ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പറുകൾ ക്രമീകരിച്ച കൗണ്ടറുകളിലേക്ക് ഇതെത്തും. അതിനുശേഷമായിരിക്കും ഈ സാമഗ്രികൾ ഇവിടെ നിന്ന് വിതരണം ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇത് ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും അവരുടെ ഇലക്ട്രൽ റോൾസ് ആണ്. അതായത് പോളിംഗ് സാമഗ്രികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർ ലിസ്റ്റ് അടക്കമുള്ള ലിസ്റ്റുകൾ ഇതിനകത്ത് ഉണ്ട്. നാളെ ഓരോ വോട്ടർമാരും അവിടേക്ക് വോട്ടിങ്ങിന് എത്തുമ്പോൾ അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിലുണ്ടോ എന്നൊക്കെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ചെക്ക് ചെയ്യാനുള്ള മെറ്റീരിയലുകളാണ് ഇപ്പോൾ ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ള ചില സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ടോർച്ച്, സ്റ്റാമ്പ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആ കിറ്റിനകത്തുണ്ട്. ഇന കിറ്റ് പുറത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ചില കൗണ്ടറുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കൗണ്ടറുകളിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ഈ സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങാൻ പോകുന്നത്. അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ഒരു റിസപ്ഷൻ കൗണ്ടറിലേക്ക് എല്ലാവരും എത്തണമെന്നുള്ളതാണ്. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഒക്കെ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്റ്റേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇവിടെ നേമം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളാണ് ഇവിടെയുള്ളത്. ഇവിടെ സ്ട്രോങ് റൂമുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് EVM മെഷീൻസ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആ EVM മെഷീൻസ് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അതിനുള്ള അനൗൺസ്മെൻ്റാണ് ഇപ്പോൾ നടത്തുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഇവിടെയുണ്ട്. ആ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ, പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ആ ഒരു EVM മെഷീൻസ് സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു കേന്ദ്രം തുറക്കാൻ പോകുന്നത്. തുറന്നതിന് ശേഷം നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗത്തേക്ക് അത് എത്തിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ഓരോ കൗണ്ടറുകളിലേക്ക് മാറ്റും. ആ കൗണ്ടറുകളിൽ നിന്നാണ് പോളിംഗ് ചുമതലയുള്ള ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അത് ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം അവർക്ക് സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിൽ ഇവിടെ നിന്നും അവരെ നിശ്ചയിച്ചിട്ടുള്ള ഓരോ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കും. നാളെ രാവിലെ 6 മണി മുതലാണ് പോളിംഗിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. 7 മണിയോടുകൂടി വോട്ടർമാർക്ക് അവരുടെ സമ്മതിദാന അവകാശം നിറവേറ്റാം. ഏകദേശം 2,71,00,000-ലധികം വരുന്ന വോട്ടർമാരാണ് ഇത്തവണ കേരളത്തിൻ്റെ ഭാവി എന്താണ്, രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായിട്ടുള്ള വിധി എഴുതാൻ പോകുന്നത്. അതിൽ പുതിയ വോട്ടർമാരുണ്ട്, ആദ്യമായി വോട്ട് ചെയ്യുന്നവർ. ശരി ശാലിനി, അത് തന്നെയാണ് അതായത് ഇനി അടുത്ത 5 വർഷം ആര് നമ്മെ നയിക്കും, ആര് നമ്മെ ഭരിക്കും? അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരാണ് ഇനി വരാൻ പോകുന്നത്. ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. അതായത് ഇപ്പോൾ ശാലിനി പറഞ്ഞതുപോലെ തന്നെ പോളിംഗ് സാമഗ്രിയുടെ വിതരണം അല്പസമയത്തിനകം തന്നെ എല്ലാം ക്രമീകരിക്കുകയാണ് അല്ലേ? ഇനി ആ ഒരു പോളിംഗ് ബൂത്തുകളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കണം. 3 കോടിയോളം വരുന്ന ആൾക്കാർ ഇപ്പോൾ മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ടാവും. KP തീരുമാനമൊക്കെ എടുത്തോ? തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടതേ ഉള്ളൂ. അതെ, തീർച്ചയായും. അപ്പോൾ അതിന്റെ ആവേശത്തിലാണ് നമ്മൾ എല്ലാവരും. പക്ഷെ ചങ്കെടുപ്പിലാണ് സ്ഥാനാർത്ഥികളും.